ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ 10 കാര്യങ്ങൾ കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഈ 10 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കാർ ഓടിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഡ്രൈവിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പ്രാക്ടീസ് എടുക്കുക, നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം സ്വയമായിട്ട് റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു കാർ റോഡിൽ ഓടിക്കുമ്പോൾ തുടക്കക്കാർക്ക് എപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപകടമുണ്ടാകുമോ എന്നുള്ളൊരു ഫിയർ. ഈ ഒരു പേടി ഉള്ളിൽ വെച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അപകടമുണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നത്? പ്രധാനമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ് നിങ്ങളെ വാഹനം ഓടിക്കുന്ന സമയത്ത് അപകടമുണ്ടാകുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഓരോന്ന് തിരിച്ചറിയുകയും കറക്റ്റായിട്ട് മിസ്റ്റേക്കുകൾ മാറ്റാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ പലരും ചെയ്യുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബ്രേക്കിൽ കാല് വെക്കും. ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഒരു ഹാഫ് ക്ലച്ച് ഒക്കെ ചവിട്ടിയിട്ട് വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഫുൾ ക്ലച്ച് ചവിട്ടത്തേ ഇല്ല. അപ്പം നമ്മുടെ വാഹനം ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാതെ സ്റ്റാർട്ട് ചെയ്ത വണ്ടി എന്ത് ചെയ്യും? മുന്നിലേക്ക് ജമ്പ് ചെയ്ത് മുന്നിലുള്ള ഒരു വാഹനത്തിൻ്റെ അടുത്ത് ഇതുപോലെ പാർക്ക് ചെയ്ത വണ്ടികളുണ്ടെങ്കിൽ അങ്ങോട്ട് ചാടി വാഹനം ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടി എന്ന് ഉറപ്പുവരുത്തുക. ഫുൾ ക്ലച്ച് ചവിട്ടി എന്ന് ഉറപ്പുവരുത്തിയാൽ വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്ത് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്. നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി നമ്മുടെ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് മാത്രം കാല് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ന്യൂട്രലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് ചാടത്തില്ല. പക്ഷേ ഇൻ കേസ് നമ്മൾ ന്യൂട്രാക്കുന്ന ആ ഗിയർ മാറി ചിലപ്പോൾ മറ്റൊരു ഗിയറിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വണ്ടി ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഡ്രൈവിംഗിൽ വെക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്ന അടുത്ത ഒരു മിസ്റ്റേക്ക്, അതായത് ഇപ്പം ഞാൻ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ പല ആൾക്കാർ ഫസ്റ്റ് കൊടുക്കുന്നു, പിന്നെ സെക്കൻഡ് ഗിയറിലേക്കൊക്കെ കറക്റ്റായിട്ട് ഇടും. എന്നാൽ ഈ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി റോഡിൻ്റെ നടുക്ക് പോകുന്ന ഒരു പ്രശ്നം, ഇടത് കിട്ടാത്ത ഒരു പ്രശ്നം, ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ഒരു കൈ കൊണ്ട് സ്റ്റഡി ആക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. നമ്മൾ തേർഡ് ഗിയർ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഉടൻ തേർഡ് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ പതിയെ വലത് കൈ കൊണ്ട് സ്റ്റിയറിംഗിൽ ഈ ഒരു ഭാഗത്ത് പിടിക്കുകയും ഇടത്തെ കൈ കൊണ്ട് ഗിയർ ലിവറെ ജസ്റ്റ് ഒന്ന് വെക്കുക നേരത്തെ. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഇടത് പരമാവധി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? ക്ലച്ച് പിടിക്കുക, തേർഡ് ഗിയറിലേക്ക് ഇടുക. ഒപ്പം തന്നെ ഗിയർ ലിവറിലേക്ക് നോക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ട്, ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് നേരത്തെ ക്ലച്ച് പിടിച്ചുകൊണ്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കിയേ. അപ്പം നമ്മൾ ഗിയർ ലിവറെ നോക്കാതെ അഡ്വാൻസ് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അങ്ങനെ ഇട്ടതിന് ശേഷം രണ്ട് കൈയും നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. നിങ്ങളിൽ പല ആൾക്കാർ സ്റ്റിയറിംഗിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ഗിയർ മാറ്റുന്നതെങ്കിൽ വണ്ടി നടുക്കെന്നല്ല വലത് സൈഡിലേക്ക് പോകും. അതിൻ്റെ കാര്യം എന്ന് പറയാം, ചിലർ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് ഓടിക്കത്തേ ഇല്ല. എത്ര പറഞ്ഞാൽ ഇടത് ചേർന്ന് ഓടിക്കത്തില്ല. കുറച്ച് റോഡിൻ്റെ ഈ സൈഡിലേക്ക് വരും. അപ്പോൾ കുറച്ച് റോഡിൻ്റെ
വലത് സൈഡിലേക്ക് വന്ന് നിൽക്കുന്നു. ആ സമയത്ത് നമ്മൾ അടുത്തൊരു ഗിയറും കൂടെ കൊടുക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മുടെ വണ്ടി കുറച്ച് വലത് ഇങ്ങോട്ട് നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ഗിയർ കൊടുക്കുന്ന സമയത്ത് ഈ തുടക്കക്കാരുടെ ഒരു പ്രശ്നം വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ വണ്ടി വലത് സൈഡിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? വാഹനം ഇടതാണെന്ന് ഏറ്റവും ആദ്യം ഉറപ്പ് വരുത്തുകയും ഒരു കൈ കൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ, ഇപ്പോൾ സെക്കൻഡ് ഗിയർ വരികയാണ്, ഒരു കൈ കൊണ്ട് ഇങ്ങനെ ശകല നേരം ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് ഇടതാണെന്ന് വണ്ടിയെ ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് വാഹനത്തിൽ ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു പൊസിഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇടതാണെന്ന് ഉറപ്പ് വരുത്തി ക്ലച്ച് പിടിക്കുക. എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടുക, അല്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല. ഇനി ഫോർത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഇതേ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തു, ഗിയറിൽ വേറെ കൈ പിടിക്കുന്നു, ഗിയറിലേക്ക് നമ്മൾ നോക്കുന്നില്ല, ഇവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക്, അടുത്തൊരു മിസ്റ്റേക്ക് പറയാം. പല ആൾക്കാർ ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഹാർഡായിട്ടുള്ള ബ്രേക്ക് ചവിട്ടും. സ്മൂത്ത് ആയിട്ട് പലർക്കും ബ്രേക്ക് ചവിട്ടാനായിട്ട് അറിയത്തില്ല. അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ആക്കുന്നത് പോലെ തന്നെ നമ്മൾ ബാലൻസ് ആക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത്. ഹാർഡായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മെയിൻ റോഡിൽ നിന്ന് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സ്മൂത്ത് ആയിട്ട് തീർത്തും ചവിട്ടാത്ത അളവിൽ, അതായത് നമ്മൾ കൊള്ളിച്ച് ചുമ്മാ പിടിച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇതിനിടയിൽ നമ്മൾ വാഹനത്തിൻ്റെ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് എല്ലാ രീതിയിലും നമ്മൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യണം. ഹാർഡായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രം കൂടുതൽ ബ്രേക്ക് ചവിട്ടിയാൽ മതി. നമുക്ക് ചെറിയൊരു ബ്രേക്കിംഗ് ആണ് റോഡിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ബ്രേക്ക് ചെയ്യണം. അല്ലാതെ അനാവശ്യമായിട്ട് ചവിട്ടിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ചവിട്ടിൻ്റെ അളവ് കൂടി വണ്ടി മെയിൻ റോഡിൽ ഓഫായി പോകാറുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അതായത് ഇപ്പോൾ തേടി വരികയാണ്, ഇവിടെ ഒരു വളവാണ്, ഇറക്കം കൂടിയ റോഡാണ്. ചിലർ ചെയ്യുന്നതാണ് ബ്രേക്ക് കാല് വെക്കാതെ ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് കാലെടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ വേറെ വഴിക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറക്കം കൂടിയ ഒരു വളവിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് മാത്രം ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യരുത്. ബ്രേക്കേ വന്ന് നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത സ്ലോ ചെയ്തോണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടും. അത് എന്തുകൊണ്ട്? ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ട് ടയറിൻ്റെ റണ്ണിങ് കൂടും. അപ്പം നമുക്ക് അത് കൂടാതിരിക്കാനായിട്ട് ഇറക്കത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ബ്രേക്കേ ജസ്റ്റ് കാലൊന്ന് വെച്ച് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് മാത്രമേ ഗിയർ ഡൗൺ ചെയ്യാവുള്ളൂ. വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേ ഗിയർ ഡൗൺ ചെയ്യാവുള്ളൂ. അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നിങ്ങളിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന മറ്റൊരു അബദ്ധം എന്ന് പറയുന്നത്, വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല. സ്പീഡ് കൂടുന്നത് കൊണ്ട് തന്നെ, അതായത് ആക്സിലറേഷൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ വാഹനം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. അതായത് ചിലരിതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ബ്രേക്ക് മതി, ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഇറക്കം പോലെ അല്ലെങ്കിൽ ഒരു നിരപ്പായിട്ടുള്ള പ്രതലമാണ്. അപ്പം നമ്മളിവിടെ ബ്രേക്കേലാണ് കാല് വെക്കേണ്ടത്. ചവിട്ടി കൊടുക്കേണ്ട ആവശ്യം വന്നാലേ ബ്രേക്ക് ഔട്ടാവുള്ളൂ. അതുകൊണ്ട് ബ്രേക്കിന് മേലിൽ വെറുതെ വെക്കുക. ചുമ്മാ നമ്മൾ ആക്സിലറേഷൻ ഇവിടെ ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് കൂടും. ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വന്നു, അപ്പോൾ നമ്മൾ പതിയെ ആക്സിലറേഷൻ ആവശ്യത്തിന് കൊടുക്കുക. ഇങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു വലിയ അബദ്ധമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടോ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഇത് എൻ്റെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതായത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കയറ്റം കൂടി ഒരു ടേൺ ആണ്. ഇവിടെ നിങ്ങൾ കയറ്റത്ത് നമ്മൾ വാഹനം ഒരു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഒരു റോഡിൽ നിന്നും മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു കയറുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ആക്സിലറേറ്ററിൽ നിന്ന് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരാൻ കഴിയണം. ഒപ്പം തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പെട്ടെന്ന് നേരെയാക്കി കൊടുക്കാനായിട്ട് കഴിയണം. ഇത് നിങ്ങൾക്ക് പലപ്പോഴും ഈ എസ് ടൈപ്പ് പോലെയുള്ള വളവുകളിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, ഇതുണ്ടോ ഹാഫ് ക്ലച്ചും ലൈറ്റ് ആക്സിലറേഷൻ ബാലൻസ് ചെയ്ത് എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകാതെ ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തിയേക്കാണ്. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് കുറച്ച് വണ്ടി ഇത് റൈറ്റ് സൈഡിലേക്ക് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വരില്ല, ലൈറ്റായിട്ട് ഒരു കുറച്ച് വരത്തുള്ളൂ. പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്ക് കയറി പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. എന്നിട്ട് കുറച്ച് വാഹനം മുന്നോട്ട് വരുന്നതിന് ശേഷം നിങ്ങൾ നോക്കുക, ക്ലച്ചും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് പതിയെ ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് ഓടിച്ച് എൻ്റെ വാഹനം ഇതുകൊണ്ട് ഈ റോഡിലേക്ക് ഞാൻ ഇങ്ങനെ കയറുകയാണ്. ഇങ്ങനെ കയറി ഇതേ തിരിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് എൻ്റെ വാഹനം വരികയാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് പല ആൾക്കാർ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഈ സൈഡിലേക്ക് പോയി ഇടിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ആക്സിലറേഷൻ അയച്ച് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിർത്താൻ പഠിക്കണം. നിർത്തിക്കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഇതുണ്ട് ഇതുപോലെ നേരെയാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ഹാഫ് ക്ലച്ചിന് പോലെ പോയിന്റ് ബാലൻസ് ചെയ്ത് വണ്ടി ഇതുപോലെ നിർത്തുക.
നിർത്തിയതിന് ശേഷം സ്റ്റിയറിംഗ് നേരെയാക്കി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള വളവുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം. കാരണം അവിടെ നിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇടിക്കരുത്, അതിന് ലെഫ്റ്റ് പിടിച്ചോണം. ഈ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന മെയിൻ മിസ്റ്റേക്ക്, നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്, അത്യാവശ്യം വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ റോഡിൻ്റെ നടുക്ക് വന്ന് അല്ലെങ്കിൽ കയറ്റത്ത് വന്ന് വണ്ടി ഓഫായി പോകും. പിന്നെ കയറ്റത്ത് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പർ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്നതിനോടൊപ്പം വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് ഒക്കെ ബാലൻസ് ചെയ്തിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ലാഗ് വരുത്തരുത്. നമുക്ക് ക്ലച്ചേ തന്നെ എല്ലാ കയറ്റത്തും ഒരു വണ്ടി നിൽക്കത്തില്ല. ഇപ്പോൾ കുത്തനെയുള്ള കയറ്റത്താണെങ്കിൽ നമ്മൾ ബ്രേക്കേ കാല് വെച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു, എന്നാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ ക്ലച്ചേ മാത്രം വണ്ടി വലിയ ഭീകര കയറ്റങ്ങളിൽ നിൽക്കത്തില്ല. ഭീകര കയറ്റങ്ങളിൽ വണ്ടി എന്തായാലും ബാക്കിലേക്ക് റോളാകും. ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ ക്ലച്ചിൽ മാത്രം വണ്ടി നിൽക്കുന്ന കയറ്റങ്ങളുണ്ട് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കയറ്റങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ഞാനിത് വിറയൽ പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്ത് നമ്മൾ ആ വിറയൽ പോയിന്റ് അവിടെ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുക്കണം, അതിന് ലാഗ് വരുത്തരുത്. ആക്സിലറേഷൻ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ കാലെടുക്കണം. ഇങ്ങനെ പൊക്കിയെടുക്കരുത്, ഒറ്റയടിക്ക് പൊക്കിയെടുത്ത് ഓഫായി പോകും. ഇതുണ്ടോ, ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു, കണ്ടോ. അപ്പോൾ നമുക്കിതുകൊണ്ട് ഞാൻ വളരെ 1-2 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ വാഹനം മുന്നോട്ടെടുത്തു. ഇങ്ങനെ നിങ്ങൾ കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. അപ്പോൾ ഇതും നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.